KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ കോതമംഗലത്ത് ധർണ നടത്തി. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഫെഡറേഷൻ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ധർണ പരമ്പരയിൽ ആദ്യത്തേതായിരുന്നു കോതമംഗലത്തേത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ് വ്യവസായ മേഖല വലിയ നഷ്ടത്തിലും പ്രതിസന്ധിയിലുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരള പ്രൈവറ്റ് ബസ് ഫെഡറേഷൻ സമരം സംഘടിപ്പിക്കുന്നത്. സർക്കാരിൽ നിന്ന് അനുകൂല നടപടികൾ വേണമെന്നാണ് ആവശ്യം. കോതമംഗലത്ത് നടത്തിയ ധർണയിൽ ബസ്സുടമകളും തൊഴിലാളികളും പങ്കെടുത്തു. ബസ്സുടമ തൊഴിലാളി ഐക്യം സിന്ദാബാദ്. സംരക്ഷിക്കൂ സംരക്ഷിക്കൂ സ്വകാര്യ ബസ്സിനെ സംരക്ഷിക്കൂ. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ധർണ പരമ്പരയുടെ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശരണ്യ മനോജ് നിർവഹിച്ചു. കഴിഞ്ഞ ഒരു 25 കൊല്ലമായി പൊതുഗതാഗത രംഗത്ത് സ്വകാര്യ ബസ്സുകൾ കാലാകാലങ്ങളായി ഓരോ ഗവൺമെന്റുകളുടെ പരിഷ്കാരങ്ങൾ മൂലം 34,000 ബസ്സുകൾ 2000-ൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് അത് കുറഞ്ഞ് ഏതാണ്ട് 11,000-ലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനവിഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിൽ നിന്നും ടൗണുകളിലേക്ക് എത്തുന്നതിനും അവരെ തിരിച്ച് ജോലി കഴിഞ്ഞ് ആ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പക്ഷെ അതിങ്ങനെ ലോപിച്ച് ഇപ്പോൾ ഏതാണ്ട് 11,000-ലെത്തി നിൽക്കുന്നു. വീണ്ടും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ജൂൺ 15 തൊട്ട് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിലൂടെ കേരളത്തിൽ ഏതാണ്ട് ഈ 70%-ൽ നിന്ന് 70%-ഓളം വരുന്ന സ്വകാര്യ ബസ്സുകളിൽ വീണ്ടും ഏതാണ്ട് ഒരു 35-40%-ഓളം ഓടിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നഷ്ടത്തിലേക്കും അതുപോലെ ബുദ്ധിമുട്ടിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോജി എടാട്ടേൽ അധ്യക്ഷത വഹിച്ചു. CB നവാസ്, മനോജ് ഗോപി, എൽദോ കെ തോമസ്, PP മൈദീൻ ഷാ, സജീവൻ ആവോലിച്ചാൽ, റെന്നി വർക്കി, ഷമീർ മുഹമ്മദ്, സജി മാടവന, അബ്ദുൽ കരീം, AJ പ്രിയദർശൻ, PH മുഹമ്മദ് ബഷീർ, പുലരി പ്രസാദ്, ഷിബു മർക്കോസ്, PP രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.